അവിടെ പല്ലശ്ശേരിയിലെ തല്ല് തുടങ്ങിയിട്ടുണ്ടോ? പല്ലശ്ശേരി ലൈവായിട്ട് കണ്ടോ? ഓണത്തല്ല് ആരംഭിച്ചിട്ടുണ്ട്. ഇതേ പല്ലശ്ശേരിയിലെ തല്ല് തുടങ്ങിയിട്ടുണ്ട്. ലൈവായിട്ട് കണ്ടോ? ചെറിയ അടിയൊന്നല്ല, നല്ല പുറത്തുനിന്ന് ഇങ്ങനെ പൊന്നീച്ച പാർന്ന രീതിയിലുള്ള അടിയാണ്. കണ്ടോ? അത്ര നല്ല ഫോഴ്സിലുള്ള അടിയാണ് ഈ ഓണത്തല്ല് എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓണത്തല്ല് കാണുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത്ര കാര്യമായിട്ട് അല്ലെങ്കിൽ വലിയ സ്പീഡിലൊക്കെ അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇത് ഗംഭീര അടിയാണ്. ഇതിനൊരു ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാരണം കൂടിയുണ്ട്. ഇത് ഒരു കുറേ വർഷങ്ങൾ പഴക്കമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഇത് കുറേ വർഷങ്ങളായി ഇങ്ങനെ പല്ലശ്ശേരിയിൽ തുടർന്നു പോരുന്നതാണ്. അതായത് പല്ലശ്ശേരിയിലെ അന്നത്തെ രാജാവായിരുന്ന കുറൂർ നമ്പിടിയെ ചതിച്ചു കൊന്ന ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ ആ ഒരു കാര്യത്തിന് പ്രതികാരമായി ദേശക്കാർ ഒരുമിച്ച് പട പൊരുതി. ആ പടയുടെ ഓർമ്മയ്ക്ക്, അന്നത്തെ ആ ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ പല്ലശ്ശേരിയിൽ ഇങ്ങനെ ഓണത്തല്ല് നടക്കുന്നത്. ചേട്ടാ, നിങ്ങൾ ഇവിടെ ഉള്ള ആളുകളാണോ? പുറത്തുനിന്ന് ഓണത്തല്ല് കാണാൻ വന്നത്? ഇവിടെ തന്നെ പാലക്കാട്. എങ്ങനെ എല്ലാ വർഷവും വരാറുണ്ട് ഓണത്തല്ല് കാണാൻ? അതെ, എല്ലാ വട്ടിലും. എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ട് ഓണത്തല്ല്? ആദ്യമായിട്ടോ? അടിപൊളിയല്ല, ഞങ്ങൾ സ്ഥിരം വരുന്ന ആൾക്കാരാ, എപ്പോഴും കാണുന്നത്. ഓണത്തിന്റെ ഒരു വലിയ രസമുള്ള ഒരു കാഴ്ചകളിലൊന്നാണ് പാലക്കാടിന്റെ പല്ലശ്ശേരിയുടെ ഇങ്ങനെ ലോകം മുഴുവൻ പല്ലശ്ശേരി അറിയപ്പെടുന്നതിന് ഒരു കാരണമാണ്. അങ്ങനെ അത്തരത്തിൽ രസമുള്ള ഒരു കാര്യം കൂടിയാണ്. രസം കൂടിയ കാര്യം കൂടെയാണ്. ഒരുപാട് ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐതിഹ്യപരമായിട്ടുള്ള കുറേ കാര്യങ്ങളും അതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട്. അത്രമാത്രം രസമുള്ള കാഴ്ചയാണ് തല്ല്. കാരണം നമ്മൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഓണത്തല്ല് എന്ന് പറയുന്ന അത്ര വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ തല്ലില്ലെന്നാണ്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വലിയ സ്പീഡിൽ അല്ലേ. തീർച്ചയായിട്ടും നമുക്കൊരു അതായത് നമ്മുടെ ഒരു സുഹൃത്ത് കുറച്ച് ഈ ഓണത്തല്ലിനോടെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ അവൻ ഓണത്തല്ലിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ പുറത്തിങ്ങനെ 5 വിരലിന്റെ പാട് വരും. അങ്ങനെ രീതിയിലാണ് അടിക്കുക. അങ്ങനെ വേദന എടുക്കുന്ന രീതിയിലേക്കാണ് അടിക്കുക എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് പേര് ഇനി അടുത്തതായിട്ട് നിൽക്കുകയാണ്. നിൽക്കുന്നവരാണ്. ഇതെങ്ങനെ ഒരു മത്സരം പോലെയാണോ അതോ ഒരു ചടങ്ങാണോ, ആചാരമാണോ? പ്രധാനപ്പെട്ട ഒരു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അടിക്കുന്നതിന്റെ ഒരു ഐതിഹ്യം എങ്ങനെയാണ്? പല്ലശ്ശേരിയിലെ നാടുവാഴിയും കൊടുവായൂരിലെ നാടുവാഴിയും തമ്മിൽ ഒരു തർക്ക വിഷയമുണ്ടായി. അതിന് തർക്ക വിഷയം ഉണ്ടാകാനുള്ള കാരണം പല്ലശ്ശേരി നാടുവാഴിയുടെ നമ്പിടിയുടെ ഭാര്യയെ കൊടുവായൂർ നാടുവാഴി അപഹരിക്കുകയും അപമാനിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പല്ലശ്ശേരിയിലെ ഒന്നടങ്കം നാട്ടുജനങ്ങൾ ഒത്തുകൂടി കൊടുവായൂർ സന്ദർശിക്കുകയും അവിടെ അതിന് പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ പല്ലശ്ശേരിയിലെ ഇതര സമുദായത്തിൻ്റെ ആളുകൾ ഈ നൂറ്റിക്കണക്കിന് വർഷത്തിൻ്റെ മുൻപ് തന്നെ ഈ പ്രതിഷേധം അറിയിക്കുകയാണ് പല്ലശ്ശേരി ഓണത്തല്ല്. തല്ലിലൂടെയാണോ ഒന്ന് പ്രതിഷേധം അറിയിച്ചത്? അതിന്റെ ഓർമ്മയ്ക്കാണോ ആ പ്രതിഷേധത്തിന്റെ? ഇവിടെ വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്നും 7 കുടിക്കാരും 1 കുടിക്കാര് തല്ലുമതിലെ ക്ഷേത്രത്തിൽ നിന്നും ഭസ്മം തൊട്ട് ഈ പല്ലശ്ശേരിയുടെ ഇതര സമുദായത്തിന്റെ ഒന്നടങ്കം എല്ലാ ജനങ്ങളും ഇന്ന് തല്ലുമന്ന് മൈതാനിയിൽ കൂടുകയും അതിന് ദേശക്കാരുടെ ഒരു പ്രതിരോധത്തിന്റെ കഥ കൂടിയാണ് ഓണത്തല്ല്. പ്രതിരോധത്തിന്റെ കഥയാണ് ഈ പല്ലശ്ശേരിയോടുള്ള സ്നേഹത്തിന്റെ ഒരു ഓർമ്മ കൂടിയാണ് പല്ലശ്ശേരി. ശരി, ഏതായാലും ഒരു ചരിത്രം അല്ലെങ്കിൽ ഐതിഹ്യം, അതിന്റെ തുടർച്ചയെ ഒരു വലിയ പ്രതിഷേധത്തിന്റെ ബിംബം എന്ന നിലയിലാണ് ഒരു സ്മരണ ഉയർത്തിക്കൊണ്ട് അത് ആ ജനങ്ങൾ ഇങ്ങനെ കൊണ്ടാടുകയാണ്.